നമസ്കാരം. ഇന്നു ഞാൻ ആയില്യം നാളിൽ ജനിച്ചവർക്കുള്ള പൊതുവായ ഫലങ്ങളെക്കുറിച്ച് പറയുന്നു. ഇത് നിങ്ങൾ ജനിച്ച സമയത്ത് ഗ്രഹങ്ങളുടെ ബലവും ബലക്കുറവും ആശ്രയിച്ച് ഫലം കൂടുകയും കുറയുകയും ചെയ്യും. ഭാഗ്യശാലിയായിരിക്കും. ആരോഗ്യപ്രദമായ ശരീരഘടനയും എല്ലാവരെയും വശീകരിക്കുവാനുള്ള മാന്ത്രികത സംഭാഷണത്തിലുണ്ട്. ആളുകളുമായി സംസാരിക്കുന്നത് ഇഷ്ടപ്പെടുന്നു. ഒരു വിഷയത്തിന്മേൽ മണിക്കൂറുകൾ ചിലവഴിച്ച് ചർച്ച ചെയ്യുന്നത് കാര്യമാക്കാതിരിക്കുവാനുമുള്ള സാധ്യതയുണ്ട്. ഭംഗിയുള്ള സവിശേഷതകളും ചെറിയ കണ്ണുകളോടും കൂടിയ മുഖം ചതുരമാണ്. സാമർഥ്യവും നയിക്കാനുള്ള കഴിവും ഉയരങ്ങളിലേക്ക് പോകുവാൻ പ്രചോദനം നൽകുന്നു. തന്റെ സ്വാതന്ത്ര്യത്തിൽ ആരും തലയിടുന്നത് ഇഷ്ടമല്ല. അതിനാൽ സംഭാഷണത്തിൽ ഏർപ്പെടുന്നയാൾ വാക്കുകൾ തിരസ്കരിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. സുഹൃത്തുക്കൾക്കു വേണ്ടി എന്തും ചെയ്യുക എന്ന വസ്തുത മറ്റൊരു സവിശേഷതയാണ്. ചിലപ്പോഴൊക്കെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സഹായിച്ചവരോടുള്ള ഉപകാരസ്മരണം മറക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവരുമായുള്ള ബന്ധത്തെ അത് താറുമാറാക്കിയേക്കാനും സാധ്യതയുണ്ട്. ചിലപ്പോഴൊക്കെ നിങ്ങളുടെ കോപം ആളുകളെ എതിരാക്കുന്നു. അതിനാൽ എപ്പോഴും അതിന്മേൽ നിയന്ത്രണം വയ്ക്കുക. എന്തുതന്നെയായാലും വളരെ സൗഹാർദ്ദനും സർവജനബന്ധിയുമാണ്. ഒരു പ്രശ്നം വരുന്നതിനു മുമ്പേ തന്നെ അത് വിശകലനം ചെയ്യുവാനുള്ള കഴിവുണ്ട്. ആയതിനാൽ അതിനായി പൊതുവെ തയ്യാറായിരിക്കും. ആരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന സ്വഭാവം ഇവർക്കില്ല. ഇത് വഞ്ചിക്കപ്പെടുന്നതിൽ നിന്നും രക്ഷിക്കുന്നു. രുചികരവും മികച്ചതുമായ ഭക്ഷണങ്ങൾ ആസ്വദിക്കുന്നു. പക്ഷെ ലഹരി പിടിപ്പിക്കുന്നവയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം. ചിന്തകളിലും എന്തെങ്കിലും ചെയ്യുന്നതിലും മനസ്സ് എപ്പോഴും തിരക്കിലാണ്. കൂടാതെ നിഗൂഢമായ രീതിയിൽ ജോലി ചെയ്യുന്നതിൽ ആനന്ദിക്കുന്നു. ഉയരങ്ങളിലേക്ക് പോകുവാനുള്ള കഴിവുകളോടു കൂടിയ നേതൃത്വ ഗുണം ഇവർക്കുണ്ട്. കഠിനാധ്വാനത്തെക്കുറിച്ചാണെങ്കിൽ സാമർഥ്യമുള്ള ജോലി തിരഞ്ഞെടുക്കുന്നു. ആളുകളെ വിലയിരുത്തുകയും ആവശ്യങ്ങൾക്കനുസരിച്ച് അവരെ ഉപയോഗിക്കുകയും ചെയ്യും. ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കും. കൂടാതെ ഒരു നല്ല പ്രസംഗകനും കലാകാരനുമാണ്. സംസാരിക്കുവാൻ തുടങ്ങിയാൽ പറയുവാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമേ നിർത്തുകയുള്ളൂ. നല്ല എഴുത്തുകാരനാണ്. അഭിനയ മേഖലയിലേക്ക് പോകുകയാണെങ്കിൽ ഒരു വിജയിയായ അഭിനേതാവാകുവാൻ കഴിയും. കലയുടെയും വ്യവസായത്തിന്റെയും മേഖലകളിലേക്കും പോകുകയും ബിസിനസ് ചെയ്യുന്നതുവഴി ഗുണങ്ങൾ ലഭിക്കുകയും ചെയ്യും. ജോലി ചെയ്യുകയാണെങ്കിൽ അതോടൊപ്പം ബിസിനസ് കൂടി നടത്തും. വസ്തുക്കളുടെ കാഴ്ചപ്പാടിൽ നിന്നും അഭിവൃദ്ധി പ്രാപിക്കുകയും ആവശ്യത്തിന് സമ്പത്തുണ്ടാകുകയും ചെയ്യും. അനുകൂലമായ തൊഴിലുകളാണ് കീടനാശിനി അല്ലെങ്കിൽ വിഷവുമായി ബന്ധപ്പെട്ട ജോലികൾ, പെട്രോളിയം വ്യവസായം, രസതന്ത്രം, സിഗരറ്റ് ആൻഡ് പുകയില സംബന്ധമായ ബിസിനസ്, യോഗ പരിശീലകൻ, സൈക്കോളജിസ്റ്റ്, സാഹിത്യം, കല, കൂടാതെ ടൂറിസം സംബന്ധമായ ജോലികൾ, ജേർണലിസം, എഴുത്ത്, ടൈപ്പിംഗ്, തുണി നിർമ്മാണം, നഴ്സിംഗ്, സ്റ്റേഷനറി നിർമ്മാണവും വിതരണവും മുതലായവ. ആരെങ്കിലും പിന്തുണച്ചാലും ഇല്ലെങ്കിലും സഹോദരങ്ങൾ എപ്പോഴും ഇവർക്കൊപ്പം നിൽക്കും. കുടുംബത്തിലെ മൂത്തയാളായിരിക്കുകയും മൂത്തയാളെന്ന നിലയ്ക്ക് കുടുംബപരമായ എല്ലാ ഉത്തരവാദിത്വങ്ങളും കൈകാര്യം ചെയ്യും. ജീവിത പങ്കാളിയുടെ കുറവുകൾ വിസ്മരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാത്തപക്ഷം ആദർശപരമായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. പ്രകൃതവും പെരുമാറ്റവും എല്ലാവരിലും മതിപ്പ് ഉണ്ടാക്കും. ഈ നക്ഷത്രത്തിന്റെ അവസാന ദശയിലാണ് പിറന്നതെങ്കിൽ അത്യധികം ഭാഗ്യശാലിയാണ്. Please subscribe the channel. Thank you for watching.